Hi everyone, welcome to my channel Extra Subject. ഇംഗ്ലീഷ് വൊക്കാബുലറിയിൽ ചില വേർഡുകൾ വളരെ വെർസറ്റൈലാണ്. വെർസറ്റൈൽ മീൻസ് ഏബിൾ ടു അഡാപ്റ്റ് മെനി ഡിഫറെൻറ്റ് ഫങ്ഷൻസ് അല്ലെങ്കിൽ ബഹുമുഖമായ എന്നാണ്. അവയ്ക്ക് ധാരാളം അർത്ഥങ്ങളുണ്ട്. ഈ വീഡിയോയിൽ കോൾ എന്ന വാക്കിൻ്റെ കൂടെ ഡിഫറൻ്റായ പ്രൊപ്പോസിഷൻ ചേർത്ത് വിവിധ അർത്ഥങ്ങൾ ഉള്ള വാക്കുകൾ സൃഷ്ടിക്കുകയും അവയുടെ സെൻറ്റൻസിലെ യൂസ് എക്സാമ്പിളായി കാണിക്കുകയുമാണ്. വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നേരെ വീഡിയോയിലേക്ക് പോവാം. കോൾ എന്ന വാക്കിൻ്റെ അർത്ഥം വിളിക്കുക എന്നാണല്ലോ. എന്നാൽ കോൾ ഓണിൻ്റെ അർത്ഥം സംസാരിക്കാനോ ഒരു ചോദ്യത്തിനും ഉത്തരം നൽകാനോ ആവശ്യപ്പെടുക എന്നാണ്. എക്സാമ്പിൾ നോക്കാം. ദ ടീച്ചർ called on him to answer the question. മറ്റൊരു വാക്കാണ് കോളപ്പ്. കോളപ്പിൻ്റെ അർത്ഥം ആരെയെങ്കിലും ഫോണിൽ ബന്ധപ്പെടാൻ എന്നാണ്. ടു കോണ്ടാക്ട് സമൺ ഓൺ ഫോൺ എന്നാണ് ഇംഗ്ലീഷിൽ അർത്ഥം. എക്സാമ്പിൾ, ഐ നീഡ് ടു കോൾ അപ്പ് മൈ ഫ്രണ്ട് ടു ഡിസ്കസ് അവർ പ്ലാൻസ്. മറ്റൊരു വാക്കാണ് കോൾ ഔട്ട്. ഉച്ചത്തിൽ എന്തെങ്കിലും വിളിച്ചു പറയുകയോ പ്രഖ്യാപിക്കുകയോ ചെയ്യുക എന്നാണ്. എക്സാമ്പിൾ, ഷീ കോൾഡ് ഔട്ട് ഹെർ നെയിം ഇൻ ദ ക്രൗഡ്. അടുത്തത് കോൾ ഫോർ ആണ്. എന്തെങ്കിലും ആവശ്യപ്പെടുകയോ അവകാശപ്പെടുകയോ ചെയ്യുക എന്നാണ് അർത്ഥം. ടു റിക്വയർ ഓർ ഡിമാൻഡ് സംതിങ് എന്നാണ് ഇംഗ്ലീഷിൽ അർത്ഥം. എക്സാമ്പിൾ, ദ സിറ്റുവേഷൻ കോൾസ് ഫോർ ഇമ്മീഡിയറ്റ് ആക്ഷൻ. അടുത്തത് കോൾ ബാക്ക് ആണ്. തിരികെ വിളിക്കാം എന്ന അർത്ഥമാണ്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് ആണ്. ടു റിട്ടേൺ എ ഫോൺ കോൾ എന്നാണ് ഇംഗ്ലീഷിൽ അർത്ഥം. എക്സാമ്പിൾ, ഐ വിൽ കോൾ യു ബാക്ക് ആഫ്റ്റർ ദ മീറ്റിംഗ്. വളരെ സാധാരണമായ വാക്കാണ്, എന്നാൽ എത്ര അർത്ഥങ്ങളുണ്ട്. മറ്റൊരു വാക്കാണ് കോൾ ഡൗൺ. ശാസിക്കുക അല്ലെങ്കിൽ ശകാരിക്കുക എന്നാണ് അർത്ഥം. ടു റിപ്രിമെൻറ്റ് ഓർ സ്കോൾഡ് എന്നാണ് ഇംഗ്ലീഷിൽ അർത്ഥം. എക്സാമ്പിൾ, ദ കോച്ച് കോൾഡ് ഓൺ ദ പ്ലെയർ ഫോർ ഹിസ് മിസ്റ്റേക്ക്. IASൽ എത്രയോ തവണ നമ്മൾ കണ്ടതാണ്. കോൾ ഓഫ് ആണ് അടുത്തത്. റദ്ദാക്കുക എന്നാണ് അർത്ഥം. ടു ക്യാൻസൽ ആൻ ഈവൻറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ അർത്ഥം. എക്സാമ്പിൾ, ദി ഹാഡ് ടു കോൾ ഓഫ് ദ മീറ്റിംഗ് ഡ്യൂ ടു ബാഡ് വെതർ. ഈ ഉദാഹരണങ്ങളിൽ കൂടി കോൾ എന്ന വാക്കിൻ്റെ മൾട്ടി യൂസും സെൻറ്റൻസുകളിൽ അതിൻ്റെ ഉപയോഗം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇംഗ്ലീഷിൽ പല വാക്കുകളും ഇങ്ങനെ വേഴ്സറ്റൈൽ ആയുണ്ട്. മുൻപൊരു വീഡിയോയിൽ ക്യാനിനെ കുറിച്ച് ചെയ്തിരുന്നു. സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്നവർക്ക് ഏറെ ഉപയോഗപ്രദമാണ്. വൊക്കാബുലറി ഡെവലപ്മെൻറ്റിനും സഹായിക്കും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.